നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുറത്തിറങ്ങിയാൽ സൂര്യാഘാതം, അകത്തിരുന്നാലോ പാമ്പ് കടിയേൽക്കും. നട്ടം തിരിയുകയാണ് മലയാളികൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെഞ്ചുലയ്ക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടത്. കൊച്ചുകുട്ടികളാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. വീടിനുള്ളിലും വാഹനങ്ങൾക്കുള്ളിലും AC-ക്കുള്ളിലുമൊക്കെ കയറിയിരുന്ന് ഭീതി വിതച്ചുകൊണ്ടിരിക്കുകയാണ് വിഷപ്പാമ്പുകൾ. ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ പിഴവ് സംഭവിക്കുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. പാമ്പ് കടിയേറ്റാൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ജനം ഓടുകയാണ്. ഇതിന് കൃത്യമായ ചികിത്സ എവിടെ കിട്ടും, ഉടനെ എവിടേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുമ്പോഴും പ്രതിരോധ നടപടികളുടെ ഭാഗമായുള്ള സർക്കാർ നിർദ്ദേശം നടപ്പാക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ. ഏറ്റവും അടുത്തുള്ള ഏതെല്ലാം ആശുപത്രികളിൽ പാമ്പ് കടിക്കുള്ള ചികിത്സ ലഭിക്കുമെന്ന വിവരം പൊതുജനത്തിന് കാണത്തക്ക വിധത്തിൽ ബോർഡുകളാക്കി പാതയോരങ്ങളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കണമെന്ന് തദ്ദേശ വകുപ്പ് ഡയറക്ടർ നൽകിയ നിർദ്ദേശമാണ് പാഴ്വാക്കായത്. പാമ്പ് കടിയേറ്റ കുട്ടിയുമായി ചെന്നപ്പോൾ ചികിത്സാ പിഴവുണ്ടായത് അതിന്റെ വിവരങ്ങൾ നമ്മൾ പുറത്ത് കണ്ടതാണ്. ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായ കുറച്ച് നിമിഷങ്ങളാണ്. അതായത് പാമ്പ് കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ശുശ്രൂഷ തുടങ്ങണം. അതിന് ആദ്യം പാമ്പ് കടിയേറ്റ ആളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. എല്ലാ ആശുപത്രിയിലും ഇതിനുള്ള ചികിത്സയില്ല. അപ്പോൾ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക്, എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വലിയ പിഴവ് സംഭവിക്കുകയാണ്. ചികിത്സ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ പ്രാവർത്തികമായിട്ടുള്ളൂ. പാമ്പ് കടിയേറ്റാൽ ആദ്യത്തെ 1 മണിക്കൂർ അഥവാ ഗോൾഡൻ അവർ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും നിർണായകമാണ്. എന്നാൽ പലപ്പോഴും എവിടെ ചികിത്സ ലഭിക്കുമെന്നറിയാതെ സമയം പാഴാക്കുന്നത് മരണകാരണമാണ്. ഈ ഒരു പിഴവ് ഉണ്ടാകാതിരിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ശബരിമല തീർത്ഥാടന കാലത്ത് പാതയോരത്ത് സ്ഥാപിക്കുന്ന ബോർഡുകളുടെ മാതൃകയിൽ ഒരേ വലിപ്പത്തിലും ഒരേ അളവിലും കളറിലുമുള്ള ബോർഡുകൾ, ഏറ്റവും അടുത്ത് ചികിത്സ ലഭ്യമാകുന്ന അംഗീകൃത ആശുപത്രികളുടെ വിവരങ്ങൾ, ദൂരം, ഫോൺ നമ്പറുകൾ, ലഭ്യമാകുന്ന വിവിധ തരം ചികിത്സകൾ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള പാതയോരങ്ങളിൽ സ്ഥാപിക്കുന്നതിനായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയത്. ഏറ്റവും അടുത്തുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഏതൊക്കെ എന്നതടക്കം പാതയോരങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഭൂരിഭാഗം പഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കിയിട്ടില്ല. കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ച് ചികിത്സാ കേന്ദ്രങ്ങളെക്കുറിച്ചും ഫോൺ നമ്പറുകളെക്കുറിച്ചും വിവരങ്ങൾ നൽകി മാതൃകയായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പാക്കാത്തതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. നമുക്ക് കരുതലോടെ മുന്നോട്ട് പോകണം. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്. ഒരിടയ്ക്ക് പട്ടി കടിച്ചു മരിക്കുന്നത് ഒരു വലിയ ദുരന്തമായി മാറിയപ്പോൾ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി. ചൂട് കൂടി നിൽക്കുന്ന സമയമാണ്. പാമ്പുകൾ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതം നേരിടുന്നത് ജനങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെയും കൊണ്ട് അതിൻ്റെ മാതാപിതാക്കൾ ഓടുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പാമ്പ് കടിച്ചതാണോ എന്ന് പോലും തിരിച്ചറിയാനാകാത്തതായിരുന്നു ആദ്യത്തെ ഒരു പ്രതിസന്ധി. ഉറക്കത്തിൽ എന്തോ കടിച്ചു എന്നുള്ളതായിരുന്നു. ഉടനെ തന്നെ അതിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പാമ്പ് കടിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ പോലും ഡോക്ടർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ചൂട് കാരണം മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പാമ്പുകളെ കരുതിയിരിക്കണം. മുറ്റത്തേക്കോ വീട്ടിലേക്കോ ഇതെത്തിയേക്കാം. കഴിഞ്ഞ ദിവസവും ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇത് ഒരു തുടർ പിഴവായിട്ടങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിലിൽ ഇത് 3ാമത്തെ മരണമാണ്. കളിക്കാൻ പോകുന്ന കുട്ടികൾ കാട് പിടിച്ച ഇടത്തേക്ക് ഇറങ്ങരുത്. ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവോ നീറ്റലോ വന്നാൽ ഇത് അവഗണിക്കരുത്. ഒട്ടും വൈകാതെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും സർപ്പ സംസ്ഥാന നോഡൽ ഓഫീസർ വൈ മുഹമ്മദ് അൻവർ നിർദ്ദേശിച്ചു. തലകറക്കം, ഛർദി, ശ്വാസതടസ്സം, കണ്ണ് അടഞ്ഞു പോകുക, വയറുവേദന, മൂക്കിലൂടെ രക്തം വരിക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം. ഇപ്പോൾ അവധിക്കാലമായതുകൊണ്ട് തന്നെ കുട്ടികൾ കൂട്ടം കൂടി കളിക്കാനൊക്കെ പോകും. ഇവർ ഈ കണ്ടത്തിലും പറമ്പിലുമൊക്കെയാണ് ഇന്ന് കളിക്കുന്നത്. അപ്പോൾ ഈ കാട് പിടിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ കയറാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിലുള്ള കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്തെങ്കിലും കടിച്ചതായി തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ബാക്കിയുള്ളവരെ അറിയിക്കണമെന്നും ചികിത്സ തേടണം. അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. മൂർഖൻ, വെള്ളിക്കെട്ടൻ,
അണലി, ചുരുട്ടമണ്ഡലി, മുഴമൂക്കൻ, കുഴിമണ്ഡലി, രാജവെമ്പാല തുടങ്ങിയവയാണ് പ്രധാന വിഷപ്പാമ്പുകൾ. മൂർഖൻ, ചേനത്തണ്ടൻ, വെള്ളിക്കെട്ടൻ എന്നിവ മൂലമാണ് ബഹുഭൂരിപക്ഷം മരണവും സംഭവിച്ചിരിക്കുന്നത്. ചൂട് കൂടുന്ന മാസങ്ങളിലാണ് പാമ്പുകൾ കൂടുതലായി പുറത്തിറങ്ങുന്നത്. മുട്ട വിരിയുന്ന സമയവും ഇതുതന്നെയാണ്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിത സ്ഥലം തേടും. അങ്ങനെയാണ് വീടുകളിലും മറ്റുമുള്ള തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇതെത്തുന്നത്. കെട്ടിടത്തിന് സമീപത്തോ അകത്തോ വിഷപ്പാമ്പിനെ കണ്ടാൽ വനം വകുപ്പിന്റെ രക്ഷാപ്രവർത്തകരുമായി ഉടൻ തന്നെ ബന്ധപ്പെടണം. അവർ എത്തി പാമ്പിനെ സുരക്ഷിതമായി നീക്കും. ഇതിന്റെ സേവനം സൗജന്യമാണ്. ഇത് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ സർപ്പ ജില്ലാ കോർഡിനേറ്റർമാർ വഴിയോ ചെയ്യാം. പാമ്പുകളെ കണ്ടാൽ അവയെ സ്വയം പിടിക്കാൻ ശ്രമിക്കാതെ വനം വകുപ്പിന്റെ അംഗീകൃത രക്ഷാപ്രവർത്തകരുടെ സഹായം തേടുന്നതാണ് ഏറ്റവും ഉചിതം. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നവർക്ക് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം മാറ്റമില്ലാതെ തുടരുകയാണ്. കൂടാതെ വന്യമൃഗ ആക്രമണത്തിൽ കിണറുകൾ, മതിലുകൾ തുടങ്ങിയ ആസ്തികൾ നാശനഷ്ടം സംഭവിച്ചാൽ പരമാവധി 1 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാനും പുതിയ മാനദണ്ഡങ്ങളിൽ വ്യവസ്ഥയുണ്ട്. പാമ്പ് കടിയേറ്റാൽ അന്ധവിശ്വാസങ്ങൾക്കോ വ്യാജ ചികിത്സകൾക്കോ പിന്നാലെ പോകാതെ എത്രയും വേഗം പാമ്പ് വിഷത്തിന് മരുന്നുള്ള ആശുപത്രികളിൽ എത്തിക്കുക എന്നതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക പോംവഴി. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം 2 ലക്ഷം രൂപയിൽ നിന്നും 4 ലക്ഷം രൂപയായി സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. വനത്തിനുള്ളിലോ പുറത്തോ എന്ന വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ലഭിക്കുമെന്നത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് ഈ തുക അനുവദിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ചൂട് കൂടുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ജീവികൾ പുറത്തിറങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മളും കരുതിയിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിടങ്ങളുടെ ഉൾഭാഗവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മുറ്റം, നടവഴി എന്നിവിടങ്ങളിലെ കാടും ചപ്പുചവറുകളും നീക്കുക. കെട്ടിടങ്ങൾക്ക് സമീപം ഇഷ്ടിക, വിറക്, കല്ലുകൾ, പാഴ്വസ്തുക്കൾ എന്നിവ വലിച്ചെറിയുകയോ കൂട്ടിയിടുകയോ ചെയ്യരുത്. വെളിച്ചമില്ലാതെ രാത്രി സഞ്ചാരം ഒഴിവാക്കണം. വീടിന് പുറത്ത് ശേഖരിച്ച വിറകും മറ്റും വെളിച്ചമുള്ള സമയത്ത് മാത്രം ശ്രദ്ധയോടെ എടുക്കുക. ഭക്ഷണാവശിഷ്ടം ശരിയായി സംസ്കരിക്കുക. ഭക്ഷ്യ അവശിഷ്ടങ്ങൾ തേടി എലികൾ വരും, പിന്നാലെ പാമ്പുകളും. കെട്ടിടത്തിന് മുകളിലേക്ക് വളർന്ന മരങ്ങളുടെ ശിഖരങ്ങൾ നീക്കുക. വീടിന് മുകളിലേക്ക് പടർത്തിയ വള്ളിച്ചെടികൾ, ജനൽ, എയർ ഹോൾ എന്നിവയിലേക്ക് എത്താത്ത വിധം വെട്ടുക. ഡ്രെയിനേജ് പൈപ്പുകൾ ശരിയായി മൂടണം. വാതിലുകളുടെ താഴെയും മറ്റും വിടവ് പാടില്ല. കെട്ടിട പരിസരത്തെ എല്ലാ മാളങ്ങളും അടയ്ക്കുക. കിടക്കുമ്പോൾ തലയണ, മെത്ത എന്നിവ തട്ടിക്കുടയുകയും കട്ടിലിൻ്റെ അടിഭാഗം നിരീക്ഷിക്കുകയും വേണം. വീടിന് പുറത്ത് വെച്ച ഷൂ, ചെരുപ്പ്, ഹെൽമറ്റ് എന്നിവ ധരിക്കുമ്പോൾ അതിനുള്ളിൽ പാമ്പുകളോ മറ്റ് ജീവികളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കുട്ടികളെയും ഇത് ശീലിപ്പിക്കുക. യൂറോപ്യൻ ക്ലോസറ്റ് എപ്പോഴും അടച്ചു വയ്ക്കുക. ഷവറിൻ്റെ പിടിയിലും പൈപ്പുകളുടെ വിടവുകളിലും ഒരു ശ്രദ്ധ വേണം. പുറത്തുവെച്ച പാചകവാതക സിലിണ്ടർ എടുക്കും മുൻപ് കീഴ്ഭാഗം പരിശോധിക്കണം. ഇത്തരത്തിൽ നമ്മളും ഏറ്റവും ജാഗ്രതയോടുകൂടിയിരിക്കുക. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് വീടിനുള്ളിൽ ഈ സാധനങ്ങൾ വലിച്ചു വാരിയിടുന്നതൊക്കെ ഒഴിവാക്കുക. കാരണം ഇതിനിടയിലൊക്കെ കയറിയിരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ കുട്ടികളെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഉറക്കത്തിലൊക്കെയാണ് പാമ്പ് കടി ഏൽക്കുന്നതെങ്കിൽ കുട്ടികൾക്കത് പെട്ടെന്ന് മനസ്സിലാകില്ല. കുഞ്ഞു കുട്ടികളെയും ശ്രദ്ധിക്കുക. ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് അപകടമുണ്ടാകരുത്. കാരണം കഴിഞ്ഞ ആ ഒരു ദിവസം ആ കുഞ്ഞു മരിച്ചപ്പോൾ അതിൻ്റെ അമ്മ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ, അറിഞ്ഞിരുന്നുവെങ്കിൽ അമ്മ രക്ഷിക്കുമായിരുന്നു എന്ന്. ഉറക്കത്തിലാണ് ആ കുഞ്ഞിനെ പാമ്പ് കടിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. മറ്റ് ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ബോർഡുകൾ സ്ഥാപിക്കുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളതാണ്. ചികിത്സ കിട്ടുന്ന ആശുപത്രികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറുക. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആവർത്തിച്ചു പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.